ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലൂസി ക്ലിഫോർഡിൻ്റെ പ്രൊഫൈലാണ്. എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം പ്രൊഫൈലിൻ്റെ കുറച്ച് ഹിൻസ്, നെയിം, ബർത്ത്, പ്ലേസ്, സ്പൗസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഹിൻസ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് മനസ്സിലാക്കുക. സ്പൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഭർത്താവിൻ്റെ പേര് അല്ലെങ്കിൽ ഭാര്യയുടെ പേര്. നമ്മൾ ആരെ പ്രൊഫൈലാണോ എഴുതുന്നത്, അതായത് ആണിൻ്റെ പ്രൊഫൈലാണെങ്കിൽ സ്പൗസ് എന്ന് വെച്ചാൽ വൈഫിൻ്റെ പേര്. ഇനി ഒരു പെണ്ണിൻ്റെ, ഒരു ഫീമെയിലിൻ്റെ പ്രൊഫൈലാണ് എഴുതണമെങ്കിൽ സ്പൗസ് എന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ പേര്. ഇവിടെ ലൂസി ക്ലിഫോർഡ് ഒരു ഫീമെയിലാണ്. അപ്പോൾ സ്പൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ പേരാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം. ലൂസി ക്ലിഫോർഡ് വാസ് ബോൺ ഓൺ 2nd August 1846 ഇൻ ലണ്ടൻ, യുണൈറ്റഡ് കിങ്ഡം. ഇവിടെ ഞാൻ പ്രൊഫൈൽ ഒരുപാട് തവണ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചില കുട്ടികൾ പ്രൊഫൈൽ തെറ്റിച്ച് എഴുതുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യനാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് നമ്മൾ നെയിം, അയാളുടെ പ്ലേസ്, ബർത്ത്, ഈ 3 കാര്യങ്ങൾ മിക്സ് ആക്കിയാണ് ഫസ്റ്റ് സെൻറ്റൻസ് എഴുതാൻ പോകുന്നത്. ലൂസി ക്ലിഫോർഡ് വാസ് ബോൺ ഓൺ 2nd August 1846. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വാസ് ബോൺ, ബർത്ത്ഡേ എന്ന് എഴുതി വെക്കരുത്. ബ്രോൺ എന്ന് BRON അതും ബ്രോൺ അതും എഴുതി വെക്കരുത്. രണ്ടും തെറ്റാണ്. ബർത്തിൻ്റെ പാസ്റ്റ് ടെൻസ് ബോൺ എന്നാണ്, BORN. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലൂസി ക്ലിഫോർഡ്. നമ്മൾ ആദ്യം ആരെക്കുറിച്ചാണ് പ്രൊഫൈൽ ചെയ്തത് അയാളുടെ പേര് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. സെക്കൻഡ്, പ്രൊഫൈലിൽ ഒറ്റ തവണ മാത്രം ആരെക്കുറിച്ചാണ് എഴുതുന്നത് അയാളുടെ പേര് പറഞ്ഞാൽ മതി. പിന്നീട് അങ്ങോട്ട് പ്രോണൗൺ, ആണാണെങ്കിൽ ഹി എന്നും പെണ്ണാണെങ്കിൽ ഷീ എന്നും ഉപയോഗിച്ച് എഴുതട്ടോ. നമ്മൾ പറയാണ് ലൂസി ക്ലിഫോർഡ് വാസ് ബോൺ. ഇനി മാസത്തിന് മുമ്പിലാണ് ഈ ഓൺ ചേർക്കുക. ഓൺ 2nd August 1846. പിന്നെ കൺട്രീസ്, രാജ്യങ്ങളുടെയൊക്കെ മുമ്പിൽ ഇൻ ചേർക്കുക. ഇൻ ലണ്ടൻ, യുണൈറ്റഡ് കിങ്ഡം, UK. പിന്നെ പറയുന്നത് സ്പൗസിനെ കുറിച്ച് പറയാം അല്ലേ. ഷീ വാസ് ദി വൈഫ് ഓഫ് വില്യം കിങ്ടൺ ക്ലിഫോർഡ്. ലൂസി ക്ലിഫോർഡ് വില്യം കിങ്ടൺ ക്ലിഫോർഡിൻ്റെ വൈഫായിരുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ഹെർ സ്പൗസ് വാസ് വില്യം കിങ്ടൺ ക്ലിഫോർഡ്, അങ്ങനെയും പറയാം കേട്ടോ. പിന്നെ അതേതാണ്, ഷി വാസ് ഫേമസ് ആസ് നോവലിസ്റ്റ് ആണ്, ജേർണലിസ്റ്റ് ആണല്ലേ. അപ്പോൾ അങ്ങനെ ഇതെൻ്റെ ഷി വാസ് ഫേമസ് ആസ് നോവലിസ്റ്റ് ആൻഡ് ജേർണലിസ്റ്റ്. ക്ലിയർ ആയോ? ഇവിടെ നമ്മൾ ലൂസി ക്ലിഫോർഡ് മരിച്ചു പോയിട്ടുണ്ട്. അപ്പം ലൂസി ക്ലിഫോർഡിൻ്റെ കംപ്ലീറ്റ് പ്രൊഫൈല് പാസ്റ്റ് ടെൻസിൽ വേണം എഴുതാൻ. അപ്പോൾ ശ്രദ്ധിക്കുക. ഷി വാസ് ഫേമസ്, അവളായിരുന്നു ഫേമസ്, അവൾ ഫേമസ് ആയിരുന്നു. എങ്ങനെ? നോവലിസ്റ്റായിട്ടും ഫേമസ് ആയിരുന്നു. ആൻഡ് ജേർണലിസ്റ്റ് എന്ന നിലയിലും ലൂസി ക്ലിഫോർഡ് ഫേമസ് ആയിരുന്നു എന്ന് പറയാണ്. പിന്നെ പറയണത് ഹെർ, കണ്ടോ പ്രൊണൗൺ യൂസ് ചെയ്തത്. ഹെർ ബെസ്റ്റ് നോൺ സീരീസ്, അവളുടെ അറിയപ്പെടുന്ന സ്റ്റോറീസ് ആയിരുന്നു എന്ത്, മിസ് കീത്ത് ക്രൈം ഇൻ 1885. ഒരിക്കലും ബ്രാക്കറ്റിൽ 1885 എഴുതി വെക്കരുത്. പ്രൊഫൈൽ എഴുതുമ്പോൾ ഇൻ എന്ന് വെച്ച് ചെയ്തിട്ടോ, ഇൻ 1885. സെക്കൻഡ് വൺ, ദ ലാസ്റ്റ് ടച്ചസ് ആൻഡ് അതർ സ്റ്റോറീസ് ഇൻ 1892 ആൻഡ് എ വുമൺ അലോൺ ഇൻ 1898. ഇതൊക്കെയാണ് അവളുടെ ഫേമസ് ആയിട്ടുള്ള സ്റ്റോറീസ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ലൂസി ക്ലിഫോർഡിൻ്റെ ഡെത്തിനെ കുറിച്ച് പറയുകയാണ്. ഷീ പാസ്ഡ് അവേ അല്ലെങ്കിൽ ഷീ വാസ് ഡൈഡ്. ഇതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒന്നുകിൽ ഷീ പാസ്ഡ് അവേ എന്നുള്ള ഒരു ഫ്രേസ് വേർബ് യൂസ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ഷീ വാസ് ഡൈഡ് എന്ന് പറയാം. ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഷീ പാസ്ഡ് അവേ ഓൺ 21st April 1929 ഇൻ യുണൈറ്റഡ് കിങ്ഡം. യുണൈറ്റഡ് കിങ്ഡത്തിൽ നമ്മൾ ഷോർട്ടായിട്ട് UK എന്ന് വിളിക്കും. ഇപ്പോൾ പ്രൊഫൈൽ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് വരുന്ന അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ടിവിറ്റി പേജ് നമ്പർ 89 ഒരു ഫില്ലിങ് ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് സെൻറ്റൻസ് തന്നിട്ട് അത് ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ബൈ ചൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദ ബോക്സ് ഗിവൺ ബിലോ. നമ്മൾ തന്നിട്ടുണ്ട് സീസ്, ഹോണർ, ഗ്ലിമ്മർ, ഗ്രീഫ്, റസ്ലിംഗ്, ഡെഡിക്കേഷൻ, സിൻ. ഇത്രയും വേർഡ്സ് നമുക്ക് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അതിന് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഫില്ലിങ് ദ ബ്ലാങ്ക്സ്, അതായത് ബ്ലാങ്കായി കിടക്കുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സീസ് എന്ന് പറഞ്ഞാൽ എന്താ, കൈവശപ്പെടുത്തുക, കൺട്രോൾ ചെയ്യാൻ അർത്ഥം അല്ലേ. ഹോണർ മീൻസ് ആദരവ്, അംഗീകാരം. ക്ലിം എന്ന് പറഞ്ഞാൽ മങ്ങി വരിക എന്നർത്ഥം അല്ലേ. അതായത് അതിൻ്റെ ഷൈനിങ്, തിളക്കിങ്ങനെ വീക്കായിട്ട് വരിക, മങ്ങി വരിക എന്നർത്ഥം. ഗ്രീഫ് മീൻസ് സാഡ് അല്ലെങ്കിൽ സോറോ, ദുഃഖം, സങ്കടം എന്നർത്ഥം. റിപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് സ്ട്രീമിൻ്റെ റിപ്ലിംഗ് സൗണ്ടില്ലേ, കളകള ശബ്ദം. റസ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇലകളുടെ മർമ്മര ശബ്ദം. ഡെഡിക്കേഷൻ മീൻസ് എന്താ പറയല്, ഡെഡിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ,
ആത്മാർത്ഥത അല്ലെങ്കിൽ നമ്മളതിൻ്റെ സിൻസിയാരിറ്റി എന്ന് അറിയില്ലേ, അതാണ് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് സിൻ മീൻസ് റോങ്, തെറ്റായിട്ടുള്ള കാര്യം എന്നല്ലേ, പാപം എന്നൊക്കെ അർത്ഥത്തിൽ നോക്കാം. ദ ലിറ്റിൽ ഗേൾ ആസ്ക്ഡ് ദ ബോയ് ടു ഡു ഹിസ് വർക്ക് വിത്ത് ഗ്രേറ്റ് ഡാഷ്. ദ ലിറ്റിൽ ഗേൾ, ആ ചെറിയ പെൺകുട്ടി, ആസ്ക്ഡ് ദ ബോയ്, ആ ആൺകുട്ടിയോട് പറഞ്ഞു എന്ത്, ടു ഡു ഹിസ് വർക്ക്, അവൻ്റെ ജോലി ചെയ്യണം. എങ്ങനെ? വിത്ത് ഗ്രേറ്റ്, ഒരു വലിയ എന്തുമായിട്ട് ചെയ്യേണ്ടത്, വിത്ത് ഗ്രേറ്റ്. ഏത് സെൻറ്റൻസായിട്ട് മാച്ചാണ്? എന്താണ്? വിത്ത് ഗ്രേറ്റ് ഡെഡിക്കേഷൻ, വലിയ സമർപ്പണത്തോടു കൂടി എന്ത് ചെയ്യണം, നീ നിൻ്റെ ജോലി ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. ഡെഡിക്കേഷൻ മീൻസ് കമ്മിറ്റ്മെൻ്റ് എന്ന അർത്ഥത്തിൽ. പിന്നെ പറയണത് ഷീ ആസ്ക്ഡ് ഹിം, അവൾ അവനോട് പറഞ്ഞു എന്ത്, ടു സീ ദ ഡാഷ് ഓഫ് ദി സൺലൈറ്റ്, സൂര്യൻ്റെ ഗ്ലിമ്മറിങ് അല്ലേ, അതായത് സൂര്യൻ്റെ വെളിച്ചം മങ്ങി വരുന്നത് കാണാൻ വേണ്ടി പറഞ്ഞു. ഇൻ നേച്ചർ, പ്രകൃതിയിൽ, വി കുഡ് ലിസൺ ടു ദ റസ്ലിംഗ് ഓഫ് ദി ലീവ്സ്, ഇലകളുടെ റസ്ലിംഗ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ഇൻ നേച്ചർ, പ്രകൃതിയിൽ, വി കാൻ ആൾസോ ഹിയർ ദ റിപ്ലിംഗ് സൗണ്ട് ഓഫ് സ്ട്രീം, അരുവിയുടെ റിപ്ലിംഗ് സൗണ്ട്, കളകള ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഹോണർ ഫോർ ആർട്ടിസ്റ്റ് ടു ക്യാപ്ചർ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഹോണർ, ഇതൊരു വലിയൊരു ആദരവാണല്ലേ. അപ്പോൾ ഹോണർ എന്നുള്ള വാക്കാണ് വരിക. ഫോർ ആർട്ടിസ്റ്റ്, അതായത് കവികൾക്ക്, അതായത് ആർട്ടിസ്റ്റുകൾക്ക് ഒരു വലിയൊരു ഹോണർ, ആദരവ് തന്നെയാണ്. ടു ക്യാപ്ചർ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, പ്രകൃതിയുടെ ആ ഭംഗിയെ അങ്ങനെ അതേപോലെ ക്യാപ്ചർ ചെയ്ത് ക്യാൻവാസിലോട്ട് വരക്കുക എന്ന് പറയുന്നത് ഒരു ഹോണറബിൾ ആയിട്ടുള്ള, ഒരു ആദരവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത് പറയണത് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ആൻഡ് സിൻ, ഇത് വളരെ വ്യക്തമായിട്ടും ഒരു തെറ്റ് തന്നെയാണ്. ടു റെപ്രസെൻറ്റ് ദി നേച്ചർ ഇംപെർഫെക്റ്റ്ലി, ലോകത്തെ ഇംപെർഫെക്റ്റ് ആയിട്ട്, പ്രകൃതിയെ പെർഫെക്റ്റ് അല്ലാതെ വരക്കുന്നത് എന്താണ്, ഒരു തെറ്റാണ്. ദ ലിറ്റിൽ ബോയ് വാസ് ഇൻ ഗ്രേറ്റ് ഗ്രീഫ്, ആ ആൺകുട്ടി ഒരു വലിയ ദുഃഖത്തിലായിരുന്നു. വെൻ ഹി ലേൺ അബൌട്ട് ദ ഡെത്ത് ഓഫ് ഹിസ് സിസ്റ്റർ, അവൻ്റെ പെങ്ങൾ മരിച്ച സമയത്ത് ഇതാണ് വലിയ ദുഃഖത്തിലായി. അപ്പോൾ ക്ലിയർ ആയാലും എങ്ങനെയൊക്കെയാണ് സെൻറ്റൻസ് കംപ്ലീറ്റ് ആയി വരുന്നത് എന്നുള്ളത്. ദ ബോയ് ഫെൽ ദാറ്റ്, അപ്പോൾ അങ്ങനെ ആൺകുട്ടിക്ക് തോന്നിയെന്ത്, ഹാപ്പിനെസ് ഈസ് സംതിങ് ടു, ഹാപ്പിനെസ് ഈസ് സംതിങ്, സന്തോഷം എന്ന് പറയുന്നത് എന്തോ ആണ്. ഡിഫിക്കൽട്ട് ടു ഡാഷ്, സന്തോഷം എന്ന് പറയുന്നത് എന്താണ്, ഡിഫിക്കൽട്ട് ടു സീസ്, ഡിഫിക്കൽട്ട് ടു കൺട്രോൾ, അത് കീഴടക്കാൻ സാധിക്കാത്ത സംഭവമാണ് എന്ത്, സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയില്ല എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ഇതും നിങ്ങൾ നോട്ട് ബുക്കിൽ പകർത്തി എഴുതുക. ഇനി നമുക്ക് പബ്ലിക് എക്സാമിന് ഈ ചാപ്റ്ററിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. വൈ ഡിഡ് ദ ബോയ് ഗോ ഇൻ ടു ദ ഫീൽഡ്, നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഒരു തന്നിട്ട് അതിൽ നിന്ന് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അത്. അതായത് ഒന്നാമത്തെ പാരഗ്രാഫ് ഉണ്ടല്ലോ, ഐ വെൻറ്റ് ടു വർക്ക് അറ്റ് മൈ പിക്ചർ മുതൽ ദേ വർ ഇൻ ദ ഫീൽഡ് വരെയുള്ള ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് പബ്ലിക് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ബോയ് ഗോ ഇൻ ടു ദ ഫീൽഡ്, എന്തുകൊണ്ടാണ് ആ ആൺകുട്ടി ആ വയലിലേക്ക് പോയതെന്നാണ് ചോദിക്കുന്നത്. അപ്പം ആൻസർ എന്താ, ദ ബോയ് വെൻറ്റ് ടു ദ ഫീൽഡ് ടു പെയിൻറ്റ് ദ പിക്ചേഴ്സ്, ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ആൺകുട്ടി ആ വയലിലേക്ക് പോയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു അക്കമ്പൈൻഡ് ദ ബോയ് ടു ദ ഫീൽഡ്, വയലിലേക്ക് ആ ആൺകുട്ടിയെ കൂടെ പോയത്, അക്കമ്പനി ചെയ്ത് കൂടെ പോയത് ആരാണെന്ന് ചോദിക്കുന്നത്. എന്താണ് ആൻസർ, ഈസ് ലിറ്റിൽ സിസ്റ്റർ, അവൻ്റെ കുഞ്ഞു പെങ്ങളാണ് എന്ത് ചെയ്തത്, അവൻ്റെ കൂടെ പോയത് അല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ ഗേൾ, ആ പെൺകുട്ടി സംഭവിച്ചിടത്തോളം, ഹൗ ക്യാൻ ദ ബോയ് മേക്ക് പീപ്പിൾ ഹാപ്പി, ആളുകളെ എങ്ങനെയാണ് ആ ആൺകുട്ടിക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുന്നത് ചോദിക്കുന്നത്. അപ്പോൾ എന്താ ആൻസർ, ബൈ ഡ്രോയിങ് ദ പിക്ചേഴ്സ് സെയിം ആസ് ഹി സീൻ ഇൻ ദ നേച്ചർ, പ്രകൃതിയിൽ അവൻ കാണുന്ന അതേ രൂപത്തിൽ അവൻ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ആ ചിത്രം കണ്ടിട്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യും, സന്തോഷം തോന്നും. അങ്ങനെയാണ് ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ആൺകുട്ടിക്ക് ആളുകളെ സന്തോഷിപ്പിക്കാൻ സാധിക്കുക. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഹെഡ് നൗൺ ഇൻ ദ സെൻറ്റൻസ്, തന്നിരിക്കുന്ന സെൻറ്റൻസ്, അതായത് ദ ട്രീസ് ആർ നോട്ട് ക്വൈറ്റ് സ്ട്രെയിറ്റ്, മരങ്ങളൊന്നും നേരെയല്ല എന്ന് പറയുന്ന ആ സെൻറ്റൻസിൽ നിന്നും ഹെഡ് നൗൺ, അതായത് പേര് വരുന്ന ആ സെൻറ്റൻസ് ആ ഒരു വാക്ക് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ദ ട്രീസ്, മരങ്ങൾ എന്നുള്ളതാണ് ഇവിടെ ഹെഡ് നൗൺ അല്ലേ. ആർ എന്നുള്ള ഓക്സിലറി ഗ്രൂപ്പാണ്, നോട്ട് ക്വൈറ്റ് സ്ട്രെയിറ്റ് എന്നുള്ളതാണ് ഒബ്ജക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഹെഡ് നൗൺ ആയിട്ട് വരുന്ന വാക്ക് ഏതാ, ദ ട്രീസ്. അപ്പോൾ ഇത് ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നോട്ടിലോട്ട് പകർത്തി ചെയ്തു കേട്ടോ. പേജ് നമ്പർ 90 ആക്ടിവിറ്റി 2 അതിൽ റൂട്ട് വേർഡ് സഫിക്സ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു വേർഡ് തരും, എന്നിട്ട് അതിൽ നിന്ന് സഫിക്സും റൂട്ട് വേർഡും എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ ഇതിന് മുന്നേ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത്
റൂട്ട് വേർഡ്, പ്രിഫിക്സ്, സഫിക്സ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് ഞാൻ അന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആർക്കെങ്കിലും ആ ക്ലാസ് കിട്ടാത്തതോ അല്ലെങ്കിൽ ഇത് മനസ്സിലാവാത്തതോ ഉണ്ടെങ്കിൽ, അതെങ്ങനെയാണ് ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രിഫിക്സും റൂട്ട് വേർഡും സഫിക്സും എഴുതേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് എൻ്റെ വാട്സപ്പ് വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു പോർഷൻ ഓൾറെഡി എടുത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ പേജ് നമ്പർ 92 ആക്ടിവിറ്റി 1 ഒരു ഡയറി ചോദിക്കുന്നുണ്ട്. ആൻഡ് യെറ്റ് മൈ ഹാർട്ട് ഏക്ക്ഡ് ആസ് ഐ ഡിഡ് ഇറ്റ്, ദ ബോയ് സെഡ് as he went back to the field. I thought of her all the time I worked. Many thoughts must have passed through his mind while painting the pictures. What would those thoughts be? Attempt a diary entry based on the boy's thoughts. ആ കുട്ടി പറയുന്നില്ലേ, അതായത് ആൺകുട്ടി പറയുന്നുണ്ടെന്നത്, ഈ ചിത്രം വരച്ച സമയത്ത് എൻ്റെ ഹൃദയം ഒരുപാട് വേദനിച്ചു, ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ചു, അപ്പോഴൊക്കെ എൻ്റെ ഹൃദയം വേദനിച്ചിട്ടാണ് ഞാൻ ചിത്രം വരച്ചെന്ന് പറയുന്നുണ്ടല്ലോ. ഇത് നിങ്ങളോട് പറയാണ്, ആ ആൺകുട്ടിയുടെ ആ തോട്ട്സിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ആൺകുട്ടിയുടെ ഡയറി എഴുതാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഡയറി എഴുതേണ്ടത് എങ്ങനെ എന്നുള്ളത് ഞാനിവിടെ തരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ ഡയറിയുടെ ഹെഡിങ്, അതായത് ഹെഡിങ്ങിന് പകരം അദ്ദേഹത്തിൻ്റെ ഡയറി എഴുതുന്നതിൻ്റെ ഡേറ്റ് എഴുതി വെക്കുക. ഞാനിവിടെ എഴുതുന്നു വെനസ്ഡേ 22 സെപ്റ്റംബർ 2021, അതായത് സെപ്റ്റംബർ 22, 2021 ബുധനാഴ്ചയാണ് ഡയറി എഴുതുന്നത്. നമ്മൾ ഡയറി വളരെ ഷോർട്ടായിട്ട് എഴുതിയിട്ടുള്ളൂ. ഇങ്ങനെ എഴുതാണെന്ത്, ആൻ അൺഫോർഗട്ടബിൾ ഡേ, എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. സ്റ്റിൽ മൈ ഹാർട്ട് ഏക്ക് ആറ്റ് ഹെർ തോട്ട്സ്, അവളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയം ഇപ്പോഴും വേദനിക്കുന്നുണ്ട്. ഷി വാസ് സോ കൈൻഡ് ആൻഡ് ലവബിൾ, അവൾ വളരെയധികം കൈൻഡ് ദയുള്ളവളും ആൻഡ് ലവബിൾ സ്നേഹാനിധിയുമായിരുന്നു എൻ്റെ സിസ്റ്റർ. ദോ യങ്ങർ, അവൾ വളരെ യങ് ആണെങ്കിലും എൻ്റെക്കാൾ പ്രായം കുറവാണെങ്കിലും ഷീ സ്പോക്ക് ലൈക്ക് എ മെച്യൂർഡ് പേഴ്സൺ, അവൾ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള കുറച്ചുകൂടി പക്വത വന്ന ആൾക്കാരെ പോലെയായിരുന്നു അവൾ സംസാരിച്ചിരുന്നത്. ഡിയർ സിസ്റ്റർ, പ്രിയപ്പെട്ട പെങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി, യു ഹാവ് ഇൻസ്റ്റിൽഡ് കറേജ് ഇൻ മീ, നീ എന്നിൽ ധൈര്യം നിറച്ചു. കോൺഫിഡൻസ് ഇൻ മീ, എനിക്ക് കോൺഫിഡൻസ് നൽകി, അതായത് ആത്മവിശ്വാസം നൽകി. ഫൈനലി ഐ ഹാവ് സക്സീഡ് ഇൻ മേക്കിംഗ് മെനി മാസ്റ്റർ പീസസ്, അങ്ങനെ അവസാനം ഞാൻ ഒരുപാട് മാസ്റ്റർ പീസായിട്ടുള്ള പിക്ചേഴ്സുകൾ വരച്ചു. യു വർ മൈ സ്ട്രെങ്ത്, നീയായിരുന്നു എൻ്റെ ശക്തി. ആസ് യു സെഡ്, നീ പറഞ്ഞ പോലെ തന്നെ എവരി വൺ അപ്രീഷിയേറ്റഡ് മൈ പിക്ചർ, എല്ലാവരും എൻ്റെ ചിത്രത്തെ അപ്രീഷിയേറ്റ് ചെയ്തു. ഇറ്റ് മെയ്ഡ് എവരി വൺ ഹാപ്പി, എൻ്റെ ചിത്രം എല്ലാവരെയും സന്തോഷിപ്പിച്ചു. അലാസ് മീൻസ് ഉദ്ദേശിക്കുന്നത് സോറി, ഒരു സങ്കടത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ. യു ആർ നോട്ട് ഹിയർ ടു വിറ്റ്നസ് ഇറ്റ്, നീയൊന്നും ഇത് കാണാനിപ്പോൾ നീ ജീവിച്ചിരിപ്പില്ലല്ലോ. ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നു. യു വേർ വിത്ത് മീ നൗ, നീ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന്. ഇതാണ് ആൺകുട്ടിയുടെ ഡയറി. ഞാൻ വളരെ ഷോർട്ടായിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഡയറി എഴുതേണ്ടത് കേട്ടോ. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യനാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ബോയ്. ഇത് എക്സാമിന് പലവട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കൊരു വേർഡ് വെബ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വേർഡ് വെബ് എന്ത് ചെയ്യുക, നിങ്ങൾ ഫില്ല് ചെയ്യുക, അതിനുശേഷം ക്യാരക്ടർ സ്കെച്ച് ചെയ്യുക. ഓക്കെ, മാർക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയ എളുപ്പവഴി എന്ന് പറയുന്നത്, ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു വേർഡ് വെബിൽ അയാളെക്കുറിച്ചുള്ള നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ചെയ്താൽ പോകുന്നതിന് കുറച്ച് പോയിൻറ്റ്സ് എഴുതി വെക്കുക. അതിനുശേഷം ഡീറ്റെയിൽഡായിട്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കുക കേട്ടോ. ഇതിൽ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ബോയ് പറയുന്നത്, ദ ബോയ് ഇൻ ദ സ്റ്റോറി ലൈറ്റ് ഓൺ ദ ഹിൽസ് ഈസ് ആൻ ആർട്ടിസ്റ്റ്. ലൈറ്റ് ഓൺ ദി ഹിൽസ് എന്ന് പറയുന്ന ഈ കഥയിൽ ആൺകുട്ടി എന്ന് പറയുന്നത് എന്താണ്, ഒരു ആർട്ടിസ്റ്റാണ്. ഹി ഹാഡ് എ ലിറ്റിൽ യങ്ങർ സിസ്റ്റർ, അവന് ചെറിയൊരു പെങ്ങളുണ്ട്. ഹു വാസ് ആൾവേസ് വിത്ത് ഹിം ആസ് എ സ്റ്റിയറിംഗ് ഫോഴ്സ്, അവൻ്റെ കൂടെ എപ്പോഴും ആ പെങ്ങളുണ്ടാവും എന്തായിട്ട്, ആസ് എ സ്റ്റിയറിംഗ് ഫോഴ്സ്, അവനെ ഒരു കൺട്രോൾ ചെയ്യുന്ന ശക്തിയായിട്ട്. ദ ബോയ് ലവ്സ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ സോ മച്ച്, ഈ ആൺകുട്ടി അവൻ്റെ പെങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആസ് ആൻ ആർട്ടിസ്റ്റ്, ഒരു കലാകാരൻ എന്ന നിലയിൽ, ഹി വാസ് ലെസ് കോൺഫിഡൻറ്റ് ഇൻ ദ ബിഗിനിങ്, ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ അവന് ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിലും അവന് എന്ത് ചെയ്യുന്നു, ചിത്രം വരയ്ക്കാനൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. ബട്ട് ഹിസ് ലിറ്റിൽ സിസ്റ്റേഴ്സ് അഡ്വൈസ്, പക്ഷെ അവൻ്റെ കുഞ്ഞു പെങ്ങളുടെ ആ ഉപദേശവും ആൻഡ് സജഷൻസ് നിർദ്ദേശങ്ങളൊക്കെ കൂടിയപ്പോൾ എന്ത് ചെയ്തു, സ്ലോലി എൻകറേജ്ഡ് ഹിം, അതൊക്കെ അവൻ ധൈര്യം നൽകി. ടു ഡ്രോ എ പിക്ചർ, ഒരു ചിത്രം വരയ്ക്കാൻ. വെൻ ഹി സിസ്റ്റർ ഡൈഡ്, അങ്ങനെ അവൻ്റെ പെങ്ങൾ മരിച്ചപ്പോൾ,
ഹി സ്റ്റോപ്പ് ഡ്രോയിങ് ഫോർ ഇയേഴ്സ്. വർഷങ്ങളോളം അവൻ ചിത്രം വരയ്ക്കുന്നത് നിർത്തിവെച്ചു. ദിസ് ഷോസ്, ഈ ഒരു കാര്യം കാണിക്കുന്നത് ഹിസ് ഡിഫിഡൻസ് ഇൻ അറ്റംപ്റ്റിംഗ് ന്യൂ തിങ്സ്. അവൻ്റെ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള അവൻ്റെ ഡിഫിഡൻസ് പറഞ്ഞാൽ ആത്മവിശ്വാസക്കുറവ്. അതായത് അവനൊരു വിശ്വാസക്കുറവ്, അവൻ്റെ സ്വയം വിശ്വാസക്കുറവാണ് എന്ത് ചെയ്യുന്നത് അത് കാണിക്കുന്നത്. കാരണം അവൻ്റെ പെങ്ങളായിരുന്നു അവൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സിൽ, ആ ഒരു സ്റ്റിയറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അവൻ്റെ സിസ്റ്ററായിരുന്നു. ആ സിസ്റ്റർ മരിച്ചപ്പോൾ എന്ത് ചെയ്തു, അവൻ ആ ചിത്രം വരയ്ക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയില്ല, ഒരു കോൺഫിഡൻസ് കിട്ടിയില്ല എന്ന് പറയാണ്. പിന്നെ പറയാണ് ആഫ്റ്റർ ലോങ് ടൈം, അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഹി ഗോട്ട് എ സ്ട്രേഞ്ച് പവർ, അവന് വിചിത്രമായ ശക്തി കിട്ടി. ആൻഡ് കോൺഫിഡൻസ് ടു ഡ്രോ ഹിസ് മാസ്റ്റർ പീസ്, അവൻ്റെ മാസ്റ്റർ പീസ് വരയ്ക്കാനുള്ള ഒരു ധൈര്യം കോൺഫിഡൻസും അവന് കിട്ടി. ആസ് ഹി ഡ്രൂ, ഇവിടെ ശ്രദ്ധിക്കുക ഡ്രൂ എന്നല്ല ഡ്രൂ, ആസ് ഹി ഡ്രൂ ഹി കുഡ് ഹിയർ ദ വോയിസ് ഓഫ് ഹിസ് സിസ്റ്റർ. അങ്ങനെ അവൻ്റെ പെങ്ങളുടെ ശബ്ദം മോട്ടിവേറ്റ് ചെയ്യും, അവനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ശബ്ദം കേൾക്കാൻ സാധിച്ചപ്പോൾ ടു മേക്ക് എ ഗ്രേറ്റ് പെയിൻറ്റിങ് ദാറ്റ് വുഡ് മേക്ക് ദ ഓഡിയൻസ് ഹാപ്പി. അങ്ങനെ എന്ത് ചെയ്തു, ആസ് ഹി ഡ്രൂ, അവനങ്ങനെ വരച്ചപ്പോൾ ഹി കുഡ് ഹിയർ ദ വോയിസ് ഓഫ് ഹിസ് സിസ്റ്റർ മോട്ടിവേറ്റിംഗ് ഹിം ടു മേക്ക് എ ഗ്രേറ്റ് പെയിൻറ്റിങ് ദാറ്റ് വുഡ് മേക്ക് ദ ഓഡിയൻസ് ഹാപ്പി. ഓഡിയൻസിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രം അവൻ്റെ സിസ്റ്ററിൻ്റെ ആ ശബ്ദം കേട്ടിട്ട് അവൻ വരച്ചപ്പോൾ ഫൈനൽ ഹി ബിക്കെയിം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, അങ്ങനെ അവസാനം അവനൊരു വലിയൊരു കലാകാരനായിട്ട് മാറി എന്ന് പറയുകയാണ്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ബോയ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ഗേൾ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ വേർഡ് വെബ് ഫില്ല് ചെയ്യുക. ഞാൻ കുറച്ച് പോയിൻറ്റ്സ് വരുന്നുണ്ട്, ആ പോയിൻറ്റ്സ് വെച്ചിട്ട് ആ വേർഡ് വെബ് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഈ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ഗേൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. പേജ് നമ്പർ 92-ൽ ആക്ടിവിറ്റി 2 ഒരു ലെറ്റർ ചോദിക്കുന്നുണ്ട്. ദ ബോയ് ഫൈനലി കെയിം അപ്പ് വിത്ത് എ വണ്ടർഫുൾ പെയിൻറ്റിങ് അപ്രീഷിയേറ്റഡ് ബൈ എവരി വൺ. അതായത് എല്ലാ ഓഡിയൻസും അദ്ദേഹത്തിൻ്റെ പിക്ചർ കണ്ടിട്ട്, ആർട്ടിസ്റ്റിൻ്റെ പിക്ചർ കണ്ടിട്ട് അയാൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഹിസ് ലിറ്റിൽ സിസ്റ്റേഴ്സ് വേർഡ്സ് വേർ ദ റിയൽ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ഹിസ് അച്ചീവ്മെൻറ്റ്. ആ ആർട്ടിസ്റ്റിൻ്റെ ഈ ഒരു അച്ചീവ്മെൻറ്റ്, ഓഡിയൻസ് എല്ലാം അദ്ദേഹത്തിൻ്റെ ചിത്രം അടിപൊളിയാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ അപ്രിസിയേഷൻ, ആ അച്ചീവ്മെൻറ്റ് പിറകിൽ അവൻ സിസ്റ്ററിൻ്റെ ആ വാക്കുകളായിരുന്നു. ഹാവിങ് ഹേർഡ് ഓഫ് ദി അച്ചീവ്മെൻറ്റ് ഓഫ് ദി ബോയ്, ഈ ആൺകുട്ടിക്ക്, അതായത് ഈ ആർട്ടിസ്റ്റിന് ഈ അച്ചീവ്മെൻറ്റ്സ് കിട്ടിയെന്ന് നിങ്ങൾ കേട്ടതിന് ശേഷം യു ഹാവ് ഡിസൈഡഡ് ടു സെൻഡ് എ ലെറ്റർ ഓഫ് അപ്രിസിയേഷൻ ടു ഹിം. ഈ ആർട്ടിസ്റ്റിന്, ഈ ആൺകുട്ടിക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു അപ്രിസിയേഷൻ ലെറ്റർ, അവനെ അനുമോദിച്ചുകൊണ്ടൊരു കത്ത് നിങ്ങൾ എഴുതുകയാണ്. റൈറ്റ് ദ ലെറ്റർ, ആ കത്ത് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എല്ലാവർക്കും അറിയാമല്ലോ, ഇതൊരു ഇൻഫോർമൽ ലെറ്റർ, ഒരു പേഴ്സണൽ ലെറ്റർ ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ടു അഡ്രസ്സ്, ഡേറ്റ്, പിന്നെ ഡിയർ എന്ന് എഴുതിയിട്ട് ഫ്രണ്ടിൻ്റെ പേര് എഴുതുക, പിന്നെ കണ്ടൻറ്റ്, അങ്ങനെയാണ് ഫോർമാറ്റ് വരിക. അപ്പോൾ ഫസ്റ്റ് ടു അഡ്രസ്സ് എഴുതി, ആർക്കാണോ കത്ത് എഴുതുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ദ ആർട്ടിസ്റ്റ്, പിന്നെ അയാളുടെ അഡ്രസ്സ് പ്ലേസ് എഴുതി, പിന്നെ ഡേറ്റ് എഴുതുന്നു. എന്നിട്ട് ഡിയർ ആർട്ടിസ്റ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കുക കേട്ടോ. യു ക്യാൻ നെയിം ഹിം എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ആർട്ടിസ്റ്റിന് പകരം ആർട്ടിസ്റ്റിന് എന്തെങ്കിലും ഒരു പേര് കൊടുത്ത് നിങ്ങൾക്ക് എഴുതാം, അത് നിങ്ങളിഷ്ടമാണ്. എന്നിട്ട് എഴുതാണ് ഐ ആം ആസിഫ് ഫ്രം നിലമ്പൂർ. ഞാൻ എൻ്റെ പേര് വെച്ച് എഴുതാൻ, ഞാനാണ് എന്ത് ചെയ്യുന്നത്, ആർട്ടിസ്റ്റിന് കത്ത് എഴുതുന്നത്. അപ്പോൾ ഞാൻ എഴുതാണ് ഐ ആം ആസിഫ് ഫ്രം നിലമ്പൂർ, നിലമ്പൂരിൽ നിന്ന് ആസിഫാണ് എഴുതുന്നത്. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ, ഞാൻ ഈ കത്ത് എഴുതുന്നത് ടു എക്സ്പ്രസ് മൈ ഹാപ്പിനെസ് ഓൺ ഹിയറിങ് യുവർ അച്ചീവ്മെൻറ്റ്സ്, നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് കേട്ട ആ സന്തോഷങ്ങൾ, എൻ്റെ ആ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഹാർട്ടി കൺഗ്രാജുലേഷൻസ്, എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും അല്ലെങ്കിൽ എൻ്റെ എല്ലാവിധ അനുമോദനങ്ങൾ എന്ന് പറയുകയാണ്, ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ. ഐ റെഡ് ദ ന്യൂസ് അബൌട്ട് യുവർ ആർട്ട് എക്സിബിഷൻ ഇൻ ദ പേപ്പേഴ്സ് ടുഡേ. ഇന്ന് പേപ്പറിൽ നിന്നും നിങ്ങളുടെ ആ ആർട്ട് എക്സിബിഷനെ കുറിച്ചുള്ള ന്യൂസ് ഞാൻ വായിച്ചു. ഐ റീഡ് എന്നല്ല, ഐ റെഡ്. ഓക്കെ, പാസ്റ്റ് ടെൻസ് ആണ്. ഐ മസ്റ്റ് സേ ഇറ്റ് വാസ് സ്പെക്ടാക്കുലർ. എന്നിട്ട് പറയണം എന്ത്, ഐ മസ്റ്റ് സേ, ഞാൻ തീർച്ചയായിട്ടും പറയട്ടെ, ഇറ്റ് വാസ് സ്പെക്ടാക്കുലർ മീൻസ് ഇറ്റ് വാസ് വണ്ടർഫുൾ, അത് ഗംഭീരമായിരുന്നു എന്ന് പറയാണ്. യു ആർ റിയലി ഡെഡിക്കേറ്റഡ് ടു ആർട്ട്, നിങ്ങൾ തീർച്ചയായിട്ടും ആർട്ടുമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്. ആസ് യുവർ സിസ്റ്റർ സെഡ്, നിങ്ങളുടെ പെങ്ങൾ പറഞ്ഞ പോലെ തന്നെ, പീപ്പിൾ ഫീൽ ഹാപ്പിനെസ് വെൻ ദേ സീ യുവർ പെയിൻറ്റിങ്സ്, നിങ്ങൾ ചിത്രങ്ങൾ കാണുമ്പോൾ ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സന്തോഷം തോന്നുന്നുണ്ട്. ഐ ആം ഷുവർ, എനിക്ക് ഉറപ്പാണ്, വൺ ഡേ യു വിൽ ബ്ലോസം, ഒരിക്കൽ നിങ്ങൾ വിരിയും, അല്ലെങ്കിൽ എന്താ പറയുക, പുഷ്പിക്കും. ആസ് എ റിനൗണ്ട് പെയിൻറ്റർ, നിങ്ങൾ അറിയപ്പെടുന്ന
ഒരു പെയിൻറ്ററായിട്ട് ഒരു ആർട്ടിസ്റ്റായിട്ട് നിങ്ങൾ അറിയപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട, എനിക്ക് ഉറപ്പാണെന്ന് പറയാണ്. ഐ വിഷ്, ഞാൻ ആഗ്രഹിക്കുന്നു, യു എ ഗുഡ് ലക്ക് ഇൻ ഓൾ യുവർ ഫ്യൂച്ചർ എൻഡേവേഴ്സ്, നിങ്ങളുടെ ഭാവിയിലുള്ള എൻഡേവേഴ്സ് മീൻസ് നിങ്ങളുടെ എല്ലാ പരിശ്രമത്തിനും എൻ്റെ എല്ലാവിധ നല്ല ഭാവുകങ്ങളെന്ന് പറയുന്നു. കൺഗ്രാജുലേഷൻസ് വൺസ് അഗെയിൻ, ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ലെറ്റർ വൈൻഡപ്പ് ചെയ്യുന്നു. യുവേഴ്സ് ലവിങ്ലി, ആരാണോ കത്ത് ചെയ്യുന്നത് അയാളുടെ പേര് പിന്നെ അയാളുടെ സിഗ്നേച്ചർ, ഇതാണ് ലെറ്ററിൻ്റെ ഫോർമാറ്റ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും യൂണിറ്റ് 3 സീഡ്സ് ആൻഡ് ഡീഡ്സ് എന്ന് പറയുന്ന യൂണിറ്റിലെ ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സ്, ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ചാപ്റ്ററിൻ്റെ വേർഡ് മീനിങ്സ് വരുന്നുണ്ടെങ്കിൽ അത്, പിന്നെ അതിലുള്ള ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് എഴുതിയിട്ട് വൃത്തിയാക്കി എഴുതണം. എന്നിട്ട് ഓർഡർ ആക്കിയിട്ട്, അതായത് കറക്റ്റ് ഓർഡർ തന്നെ അയച്ചു തരാം. ചില ആൾക്കാർ നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടായിരിക്കാം നോട്ട് അങ്ങോട്ടും ഡിസോർഡർ ആയിട്ടാണ് വരുന്നത്, അതുകൊണ്ട് നോക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ഓർഡറിൽ പാർട്ടായിട്ട് 1 by 1 ആയിട്ട് ഓർഡറിൽ അയക്കുക. എന്നിട്ട് എന്നൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാസം, അതായത് ഈ മാസം സെപ്റ്റംബർ തന്നെ 27-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 6 മണിക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യുക. ഇന്ന് 22-ാം തീയതി ബുധനാഴ്ചയാണ്. 23, 24, 25, 26 ഞായറും കഴിഞ്ഞ് 27-ാം തീയതി 4 ദിവസം സമയം തരുന്നുണ്ട്. 27-ാം തീയതി തിങ്കളാഴ്ച 6 മണിക്ക് ഇതിൻ്റെ നോട്ട്സ് സബ്മിറ്റ് ചെയ്യുക. അതിൻ്റെ മുന്നേ സബ്മിറ്റ് ചെയ്താലും കുഴപ്പമില്ല. നോട്ട് ഓർഡറിൽ വൃത്തിയാക്കി എഴുതിയിട്ട് അയക്കട്ടോ എല്ലാവരും.